എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടിക്ക് അടുത്തായിട്ട് കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന 5 വില്ലകൾ അടങ്ങുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലുള്ള ഒരു 4 BHK വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മലയിടംതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 5.25 സെൻറ്റ് ലാൻഡിലായിട്ട് 2500 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഗംഭീര ഇൻറ്റീരിയർ വർക്കുകളോട് കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷവുമായിട്ടാണ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 5 വില്ലകളാണ് ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്നത്. ഇതിൽ 3 വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 11 കിലോമീറ്റർ, എടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 13 കിലോമീറ്ററും കൂടാതെ പുക്കാട്ടുപടി ടൗണിലേക്കും രാജഗിരി ഹോസ്പിറ്റലിലേക്കും കിഴക്കമ്പലം ടൗണിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ക ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് ഫോളോ ചെയ്തിരിക്കുന്നത്. നല്ല കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റിങ്ങൾ, ലൂവർ പാനലിംഗ് എല്ലാം കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതിൻ്റെ എലവേഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഇൻഡിവിജ്വൽ റോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 5 മീറ്റർ വീതിയിൽ വരുന്ന കട്ട് വിരിച്ച റോഡുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്ലാഡിങ് സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് നല്ല GI ഫ്രെയിമിൽ ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു കോമ്പൗണ്ട് വാൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു പ്ലാന്റ് ബോക്സ് വയ്ക്കാനുള്ള സൗകര്യം ടോപ്പിലായിട്ട് വരുന്നുണ്ട്. 4-വേ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി പില്ലറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 പില്ലറിലായിട്ട് നല്ല ഒരു വലിപ്പമുള്ള ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഗേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 16 അടിയോളം വരുന്ന ഒരു ഗേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാവുന്നതും ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വീടിൻ്റെ എലവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിഴക്ക് ദർശനമായിട്ടാണ്. വടക്ക് കിഴക്ക് മൂലയിലായിട്ട് ഒരു കിണറിൻ്റെ സൗകര്യം വരുന്നുണ്ട്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് കോമ്പൗണ്ടിൽ കിട്ടുന്നുണ്ട്. ഒരു കവേർഡ് പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു വലിയുള്ള XUV-കളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം വരുന്നുണ്ട്. കൂടാതെ ഒരു അഡീഷണൽ പാർക്കിങ്ങിലും ഒരു വലിയ XUV പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. ചെറിയൊരു പ്ലാന്റ് ബോക്സിൻ്റെ വർക്കുകൾ സൈഡിലായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു എൻഡിലായിട്ട് ഒരു നല്ലൊരു വാട്ടർ ഫൗണ്ടൈൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ്. തെക്ക് കിഴക്കേ മൂലയിലും അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ട് പെബിൾസും ബാംഗ്ലൂർ സ്റ്റോണെല്ലാം വിരിച്ച് നല്ല ഭംഗിയിൽ തന്നെയാണ് സെറ്റ് ബാക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫ്ലോറിലായിട്ട് ഒരു ലപ്പോട്ര ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ചെറിയൊരു 2 സ്റ്റെപ്പിൻ്റെ വർക്ക് വരുന്നുണ്ട്. സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഫൈൽ ലൈറ്റുകളും സിലിണ്ടറിക്കൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 1.10 വീതിയിൽ വരുന്ന ഒരു സിംഗിൾ പാളി ഡോറ് കൊടുത്തിട്ടുണ്ട്. അവിടെ തേക്കൂട്ടിൽ തന്നെയാണ് അതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്ന വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഒരു L ഷേപ്പിൽ വരുന്ന കോർണർ സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൗകര്യം വരുന്നുണ്ട്. ഡബിൾ ലൈറ്റഡ് ആയിട്ടാണ് ഈ ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഷാൻലിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് വരുന്ന ഫാനുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വലിയ വിൻഡോസുകൾ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് ഒരു ഗ്ലാസ് വിൻഡോസിൻ്റെ വർക്ക് വരുന്നുണ്ട്. നല്ല രീതിയിൽ വാൾപേപ്പറിൻ്റെ വർക്കും ഇതിൻ്റെ ബിഹൈൻഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വലിയൊരു TV യൂണിറ്റ്, TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള TV യൂണിറ്റും നിഷ് വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ വരുന്നൊരു സെയിം ടൈൽ പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു പാഷ്യോ കൊടുത്തിട്ടുണ്ട്. കോട്ടിയാട് പോലെ പാഷ്യോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെബിൾസ് എല്ലാം വിരിച്ചിട്ട് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ഒരു വർക്കൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്ന ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിൽ വരുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയയിലേക്കാണ് നമ്മളെത്തുന്നത്. ഒരു വൈറ്റ് കളർ നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് കൗണ്ടർ ടോപ്പായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് വാഷ് ബേസും വരുന്നുണ്ട്. ജാഗ്വാറിൻ്റെ തന്നെ ഒരു പില്ലർ കോക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴ്വശത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ബിഹൈൻഡിലായിട്ട് ഒരു ബ്രിക്കിൻ്റെ വർക്കും അതിനോടനുബന്ധിച്ച് ഗ്ലാസിൻ്റെ വർക്കും എല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ളൊരു കിച്ചണിലേക്കാണ് വരുന്നത്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളെല്ലാം ചെയ്തിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ വർക്ക് വരുന്നുണ്ട്. താഴെയായിട്ട് ലൂവർ പാനലിങ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു ക്രോക്കറി ഷെൽഫിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്.
അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് കിച്ചൻ്റെ അകത്തേക്കാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിലൊരു ഫാബറിൻ്റെ ചിമ്മിണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 പാളി വിൻഡോയുടെ വർക്ക് വരുന്നുണ്ട്. ഒരു ബീജ് കളർ പാറ്റേണിലുള്ള കബോർഡ് വർക്കുകളാണ്, സ്റ്റോറേജ് സ്പേസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിലുള്ള കൗണ്ടർ ടോപ്പുകൾ നാനോ വൈറ്റ് ഗ്രാനൈറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴ്വശത്തായിട്ടും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്വാളിറ്റിയുള്ള ഡബിൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് 2 സിങ്ക് കോക്കുകളും സെറയുടെ തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നതിൻ്റെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സെക്കൻഡറി കിച്ചണായിട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു വർക്ക് ഏരിയ സ്പേസ് തന്നെയാണ് വരുന്നത്. ഇവിടെയും ഡബിൾ സിങ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സിങ്ക് കോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ACP വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ബിൽഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഈ ഭാഗത്തും ബിൽഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം ഒരു കോർട്ട്യാർഡ് സ്പേസ് പോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പെബിൾസൊക്കെ വിരിച്ചിട്ട് ബാംഗ്ലൂർ സ്റ്റോണൊക്കെ പ്രൊവൈഡ് ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ പാർട്ടീഷനൊക്കെ ചെയ്ത് ഭംഗിയിൽ തന്നെ ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിമൂലയിലാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. തെക്ക് വശത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് വിനിയറിൻ്റെ പാനലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ഒരു BLDC ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലേക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യം വരുന്നുണ്ട്. ഒരു ലെങ്തി മിററാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ജാഗ്വറിൻ്റെ തന്നെ കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകളും സെറയുടെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും ഒരു വാഷ് കൗണ്ടറും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് സൗകര്യത്തിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരു 4 പാളി കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഗ്രേ കളർ വുഡൻ കളർ പാറ്റേണിൽ വരുന്ന ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യവും അതിൻ്റെ താഴെയായിട്ട് ഒരു ഡ്രോ സൗകര്യവും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ഈ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ഭാഗത്തായിട്ട് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ടൊരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. പാനലിംഗ് വർക്കുകളെല്ലാം ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. തെക്ക് ഭാഗത്തായിട്ടും ഒരു സിംഗിൾ പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും ഒരു BLDC ഫാനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സൈഡിലായിട്ടാണ് വാൾഡ്രോബ് സൗകര്യം വരുന്നത്. ഇവിടെയും നമ്മൾ മുന്നേ കണ്ടുപോലത്തിട്ട് 4 പാളി വാൾഡ്രോബ് സൗകര്യം വരുന്നുണ്ട്. അതിലൊരു മിറർ അറ്റാച്ചഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ വരുന്ന ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഫുൾ ടൈലൊക്കെ ഒടിച്ചിട്ടൊരു വാള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജാഗ്വറിൻ്റെ തന്നെ കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകളും സെറയുടെ ഡൈവേർട്ടറും സ്പൗട്ടും വാഷ് കൗണ്ടറും എല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഏരിയയിലേക്കായിട്ടാണ്. ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റെയർ ക്യാബിൻ ഏരിയ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കണ്ടംപററി ബീം സ്റ്റെയർ തന്നെ കോൺക്രീറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഇൻവെർട്ടറിൻ്റെ ക്യാബിൻ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാക്ക് വേലായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വുഡൻ കളറിൽ വരുന്ന ടൈല് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ ടീക്ക് വുഡിൻ്റെ ടോപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാസ്റ്ററിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മേളിലായിട്ട് സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. അതിൻ്റെ ബിഹൈൻഡിലെ ഭിത്തിയിലായിട്ടൊരു ഗ്ലാസ് സ്ട്രക്ചറിൻ്റെ വർക്കുകളും നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലെത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ ഭാഗത്തായിട്ട് നമ്മളെ വാഷ് കൗണ്ടറിൻ്റെ ടോപ്പിൽ വരുന്ന ഡബിൾ ഹൈറ്റഡ് ഏരിയയും അവിടെ ഒരു ഹാൻഡ് റെയിലിൻ്റെ വർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബിഹൈൻഡിലായിട്ട് ഒരു ബ്രിക്കിൻ്റെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ വരുന്നത് ഇവിടിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ്. ഇവിടെ ഒരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. പാനലിംഗ് വർക്കുകൾ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെ ലിവിങ്ങിൻ്റെ ഡബിൾ ഹൈറ്റഡ് ഏരിയ നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒരു ഹാൻഡ് റെയിൽ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ചെറിയ ഹാൻഡ് ലൈറ്റിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള വ്യൂ നമുക്ക് ഈ ഭാഗത്തുനിന്ന് അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ബെഡ്റൂം വരുന്നത്. താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സ്ട്രക്ചറിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സെയിം വലിപ്പത്തിലാണ് ഈ ബെഡ്റൂമും നമുക്ക് കിട്ടുന്നത്.
തെക്ക് ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിനുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു ഡ്രോപ്പ് ഔട്ട് ബാൽക്കണി വരുന്നുണ്ട്. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ പുറകുവശത്തും റോഡ് സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ബിൽഡർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജാഗ്വാറിൻ്റെ കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. സെറയുടെ തന്നെ ഡൈവേർട്ടേഴ്സും സ്പൗട്ടും റെയിൻ ഷവറും വാഷ് കൗണ്ടറും എല്ലാം നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് സ്പേസിലേക്കാണ്. താഴെ കണ്ടതുപോലെ തന്നെ സെയിം കളർ പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 4 പാളി കബോർഡ് വർക്കും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യവും അതിൻ്റെ താഴെയായിട്ട് ഡ്രോ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ തെക്ക് കിഴക്കേ മൂലയിലാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ഡ്രോപ്പ് ഔട്ട് ബാൽക്കണി വരുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ട് ഒരു സിംഗിൾ പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഡോർ തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് കിട്ടുന്നുണ്ട്. ചെറിയൊരു ഡ്രോപ്പ് ഔട്ട് ബാൽക്കണിയാണ് കിട്ടുന്നത്. കിഴക്ക് ഭാഗത്ത് നിന്നിട്ടുള്ള കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്നിട്ട് ലഭ്യമാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് സ്പേസിലേക്കാണ് വരുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ ഒരു 4 പാളി കബോർഡ് വർക്ക് ഭംഗിയിൽ തന്നെ സെയിം കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. സെയിം ഫിറ്റിങ്സുകൾ തന്നെ അവിടെ കണ്ടിന്യൂഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെ നമുക്കിവിടെ ലഭ്യമാണ്. നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ കവേർഡ് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് വരുന്നത്. സെയിം ടൈൽ പാറ്റേൺ തന്നെ ഈ ഭാഗത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഡ്രൈനേജ് സൗകര്യങ്ങൾ വരുന്നുണ്ട്. പവർ പ്ലഗിൻ്റെ സൗകര്യം വരുന്നുണ്ട്. ഒരു കവേർഡ് ഏരിയ ആയിട്ട് തന്നെ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റഡി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ സെർവൻറ്റ് റൂമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഒരു 3 പാളി വിൻഡോ ഈ ഭാഗത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് ഈ ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ സൗകര്യങ്ങൾ ഈ ഭാഗത്താണ് വരുന്നത്. കോൺക്രീറ്റിൽ തന്നെയാണ് സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈനായിട്ട് GI ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് പോളി കോമ്പാക്റ്റിൻ്റെ വർക്കിൽ ഡൂമൊക്കെ ചെയ്ത് ഭംഗിയിൽ തന്നെ മഴ നനയാതെ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ് പോകുന്നത്. പാസേജ് പോലുള്ള ബാൽക്കണി സ്പേസിലേക്ക് പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഡബിൾ ലൈറ്റഡ് ഏരിയയുടെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഡോർ തുറന്ന് നമ്മൾ ബാൽക്കണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. സീലിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും LED ലൈറ്റിങ്ങുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് ടഫൻ ഗ്ലാസ്സിൽ SS-ൻ്റെ സ്ക്വയർ ട്യൂബാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്ക് അടുത്തായിട്ട് കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു 4 BHK പ്രീമിയം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇവിടെ വന്നിട്ട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എടപ്പള്ളി ലുലു മാളിലേക്കും രാജേരി ഹോസ്പിറ്റലിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൗകര്യമുണ്ട്. കൂടാതെ ഈ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5.25 സെൻറ്റ് ലാൻഡിലായിട്ട് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്റ്റഡി ഏരിയ സൗകര്യത്തോടു കൂടിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,05 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ ഈ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.